ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാനഡ കത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനേക വർത്തമാന മാധ്യമങ്ങളിൽ നമ്മുടെ നാട്ടിലും ലോകമെമ്പാടും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് യഥാർത്ഥമായിട്ട് അതിൻ്റെ സത്യം? കാനഡയിൽ ഉടനീളം വൈൽഡ് ഫയറിൻ്റെതായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് എല്ലാ സമ്മറിൻ്റെ സമയത്തും ഈ രാജ്യത്ത് ഉണ്ടാകുന്നത് പതിവാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിക്ക വർഷങ്ങളിലും പ്രത്യേകിച്ച് സമ്മർ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏതാണ്ട് 30 ഡിഗ്രിയിലധികം ചൂട് വരും. ഇവിടെ വലിയ കാട്ടുപ്രദേശങ്ങളൊക്കെ വൈൽഡ് ഫയർ ഉണ്ടാകുകയും വലിയ ഹെക്ടർ കണക്കിന് ഭൂമികൾ കത്തി നശിക്കുന്നത് ഇവിടെ പതിവ് കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ആണ്ടുകളിലൊക്കെ നമ്മൾ കണ്ടു കാണും, ബ്രിട്ടീഷ് കൊളംബിയ പോലുള്ള പല സ്ഥലങ്ങളിൽ അനേക ഹെക്ടർ ഭൂമികൾ കത്തി നശിച്ചു. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും അത് കെടുത്തുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു. വീണ്ടും വീണ്ടും അത് പല റെസിഡൻഷ്യൽ ഏരിയകളിലേക്കും അത് വ്യാപിക്കുകയും അനേക വീടുകൾക്ക് കേടുപാടുണ്ടാകുകയും ഒത്തിരി മൃഗങ്ങളൊക്കെ നശിച്ചു പോകുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വർഷവും ഏതാണ്ട് അതിന് തുല്യമായ രീതിയിൽ തന്നെ കാനഡയുടെ പല കാട്ടുപ്രദേശങ്ങളിൽ തീ ഉണ്ടാകുകയും ഹെക്ടർ കണക്കിന് ഭൂമികളാണ് ഇപ്രാവശ്യവും കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ പാർക്കുന്ന ഇങ്ങ് ഒണ്ടാരിയോയിൽ ടൊറന്റോ വരെ ഏതാണ്ട് 1-2 ദിവസവും ഈ വൈൽഡ് ഫയറിന്റെ സ്മോക്ക് കാരണം നമുക്കൊന്നും വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയാതെ എല്ലാം മൂടിക്കെട്ടി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആരും വെളിയിൽ ഇറങ്ങരുത്, ശ്വാസതടസ്സം പോലുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വാർണിംഗ് ഉണ്ടായിരുന്നു. പല ആൾക്കാരും വെളിയിൽ ഇറങ്ങിയില്ല. എങ്കിലും പതിവ് പോലെ തന്നെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ജോലിക്ക് പോയി ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ ഏതാണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ടൊറന്റോ പോലുള്ള സ്ഥലങ്ങളിലെ ആ ഒരു സ്മോക്കിന്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറി. എങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആ കാട്ടുതീ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ബോർഡർ പോലെയുള്ള ന്യൂയോർക്ക്, ന്യൂജേഴ്സി, മിഷിഗൺ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അത് വളരെയധികം സ്പ്രെഡ് ഔട്ട് ആകുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലേക്കും അവിടെയുള്ള ജനങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം വന്നു. കാനഡ ഗവൺമെന്റിന് അവരുടെ വൈൽഡ് ഫയർ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് കാനഡ ഗവൺമെന്റിന് വീണ്ടും ഒരു 50% ടാരിഫ് ചുമത്തിക്കൊണ്ട് അമേരിക്കൻ സർക്കാരിന്റെ, ട്രംപ് സർക്കാരിന്റെ പുതിയ ഓർഡർ വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 19 അത് പ്രാബല്യത്തിൽ വരും. എന്തൊരു കഷ്ടമല്ലേ! അത് കണ്ട് ഇവിടെയുള്ള കനേഡിയൻ ജനങ്ങളും ആകപ്പാടെ ഇവിടെയുള്ള ഗവൺമെന്റും ഒക്കെ വളരെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം പ്രകൃതി തന്നെ ഒരുക്കുന്നതായിട്ടുള്ള ഈ ദുരന്തങ്ങൾ അവരെന്ത് പിഴച്ചു? കാനഡയ്ക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? എല്ലാ വർഷവും ഇങ്ങനെ വൈൽഡ് ഫയർ വരും, അതിനുള്ള മുൻകരുതൽ എടുക്കേണ്ട ഉത്തരവാദിത്തം കനേഡിയൻ സർക്കാരിനാണല്ലോ, എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അതിന് ശിക്ഷയായി ട്രംപിന്റെ വീതം അടുത്ത ഒരു 50% ടാരിഫ് എല്ലാ കാര്യങ്ങൾക്കും ചുമത്തിയിരിക്കുകയാണ്. അത് ഇനിയും എങ്ങനെയായിരിക്കും ഇവിടെയുള്ള ജനങ്ങളെയും സർക്കാരിനെയും മറ്റു പല മേഖലകളെയും ബാധിക്കുന്നു എന്നത് കണ്ടറിയണം. Expect to impose tariffs on the wildfire problem, and can you say when you might impose 301? A lot of damage has been done. They're not managing their forests properly, and the wind has a tendency to blow right over New York City, right over, you saw Detroit, they had to close the whole place. Michigan was really affected. They had to close businesses for 4 days. It's very serious what they're doing, and they don't seem to be able to do anything about it. ഒണ്ടാരിയോയിലെ പ്രീമിയർ ആകുന്ന ഡക്ഫോർഡ് ഉൾപ്പെടെയുള്ള പല പ്രീമിയർമാരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ ഫയർ ഫൈറ്റേഴ്സിന്റെ കൂടെ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് തന്ന് എത്രയും വേഗം തീ അണയ്ക്കാനുള്ളതായിട്ടുള്ള ഒരു സജ്ജീകരണം ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അതിനു പകരം ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ ഒരു രീതി അവസാനിപ്പിക്കണമെന്ന് രൂക്ഷ ഭാഷയിൽ തന്നെയാണ് പല പ്രീമിയർമാരും ഇപ്പോൾ ട്രംപിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ ഇത് ഇരു രാജ്യങ്ങളുടെ ട്രേഡുകളെയും മറ്റു പല മേഖലകളെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ, പുതിയൊരു അപ്ഡേറ്റിൽ വീണ്ടും നമുക്ക് കാണാം. നെയിം സൈനോഡ് റെക്സി ജോയ്. ബൈ.